ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. നമ്മളിപ്പോഴും തൂത്തുക്കുടി എന്നുള്ള സ്ഥലത്താണ്, ടൗണിലാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും താമസ സ്ഥലത്ത് വന്നു, ഡ്രസ്സൊക്കെ മാറി ഇറങ്ങുന്നു, അടുത്ത എക്സ്പ്ലോറിങ്. ഓക്കെ, വിശേഷങ്ങളെല്ലാം കാണാം, എന്നോടൊപ്പം വരിക. തൂത്തുക്കുടിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു മസ്റ്റ് ട്രൈ ആയിട്ട് എന്താണെന്ന് പറയട്ടെ, നമ്മൾ ഓരോ ദേശത്ത് പോകുമ്പോഴും ഓരോ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ തിരുനെൽവേലി പോയാൽ തിരുനെൽവേലി ഹൽവ. തൂത്തുക്കുടിയുടെ ഏറ്റവും ഫേമസ് എന്നറിയാം തൂത്തുക്കുടി മാക്രൂൺസ്. വെരി ഇമ്പോർട്ടൻ്റ്. അതിൽ ഇത് വളരെ ഫേമസ് ആണ് ഇവിടുത്തെ ഈ ബേക്കറി, ഗണേഷ് ബേക്കറി. ഇവിടെ ഏറ്റവും നല്ല മാക്രൂൺസ് കിട്ടുന്നതും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. What is specialty? Other specialties of Thoothukudi? Nut bar. It's made up of cashew nuts, ghee and That one, no? The sticky one. Yes. Okay. What do you call it? nut bar. Nut bar. N-U-T-B-A-R. Nut bar. Nut bar. Oh. ഇത് മറ്റൊരു കാര്യം കേട്ടോ, നട്ട് ബാർ. നട്ട്സ് ആൻഡ് വാട്ട് എൽസ്? It's made up of cashew nuts, ghee and sugar. ഓക്കെ, കാഷ്യൂനട്ട്, ഗീ, ഷുഗർ, നട്ട് ബാർ എന്ന് പറയാം. ഇതൊരു സാധനം. മാക്രൂൺസ് ഒരു 1/4 കിലോ. യാ. ഓ, പാക്ഡ് വൺസ്. ക്യാൻ യു ജസ്റ്റ് ഹാവ് എ സെപ്പറേറ്റ്? 1/4 kilo. 1/4 kilo means how much for 2250? Cost around 300 rupees. We're getting around 20 to 25. 20 to 25 പീസസ് ഉണ്ടാവും. ഒരു 300 രൂപയാകും. അതിൻ്റെ സിംഗിൾ പീസൊക്കെ. ഓക്കെ, ഇത് നട്ട് ബാർ. നട്ട് ബാർ ഒന്ന് നോക്കിക്കോളൂ. ഇത് ടോഫി പോലെ. അടിപൊളി നട്ട് ബാർ. ദിസ് ഇസ് ദ ഒറിജിനൽ ടൂത്തിക്കോൺ മാക്രൂൺസ്. ഇവിടെ വന്നാൽ മറക്കാണ്ട് വാങ്ങിക്കേണ്ട ഒരു സാധനമാണ് നാട്ടിലേക്ക്. എന്താല്ലേ സോഫ്റ്റ്, ക്രിസ്പി ബട്ട് സോഫ്റ്റ്, അടിപൊളി. വൺ ഓഫ് ദ ബെസ്റ്റ് മാക്രൂൺസ് ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ചാൽ. കാര്യം ഇതതിൻ്റെ ഒറിജിനൽ സ്ഥലമാണ്. ഫെദർ ലൈറ്റ് ആട്ടോ, വെയ്റ്റ്ലെസ്, അടിപൊളി. കോക്കനട്ട് ബിസ്ക്കറ്റ്, അതും ഇവരുടെ വളരെ സ്പെഷ്യലാണ്. ഓ, ഇത് തൊടുമ്പോൾ തന്നെ നമുക്ക് ക്രിസ്പി, വെരി നൈസ്. ഇത് എല്ലാം വാങ്ങിക്കൊണ്ട് പോകേണ്ട കാര്യങ്ങളാണ്. ഇത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. നട്ട് ബാർ എന്ത് ടേസ്റ്റ് അറിയാം. മാക്രൂൺസ് അതുപോലെ എല്ലാം ഈക്വലി ഗുഡ്. വാങ്ങിയിട്ട് പോകാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു 1/4 കിലോ മാക്രൂൺസ് പറഞ്ഞിട്ടുണ്ട്. ഐ വോണ്ട് സം നട്ട് ബാർ ഓൾസോ. ഇത് ഗ്രാൻഡ് ഫാദർ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സാണ്. ഇപ്പോൾ 3rd ജനറേഷനാണ് ഇവിടെ ഇരിക്കുന്നത്. ഗിഫ്റ്റ് റാപ്പിയുടെ ചെയ്യുന്നത്. കാര്യം ഇവിടുന്ന് എല്ലാ ആൾക്കാരും ഇങ്ങനെ മാക്രൂൺസ് ഗിഫ്റ്റായിട്ട് കൊണ്ടുപോകാറുണ്ട്. അതാണ്. ഓക്കെ, നാട്ടിലേക്ക് കൊണ്ടുപോകാം. മാക്രൂൺസ് ആൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. കോക്കനട്ട് ബിസ്ക്കറ്റ് ആൻഡ് നട്ട് ബാർ എല്ലാം മേടിച്ചു. നേരെ നോക്കിയേ, പള്ളിയാണ്. ആൻ്റോണിയ ചേർച്ച് എന്നാണ് പറഞ്ഞത്. ഓക്കെ, നൈസ് ബ്യൂട്ടിഫുൾ ചേർച്ച്. ഇതൊരു ഭയങ്കര ഒരു സ്ട്രീറ്റാണ്. ഇത് ഗണേഷ് ബേക്കറി. കണ്ടുപിടിക്കാൻ ഒരു പാടില്ല. വീണ്ടും കാറിൽ നിന്ന് ഓട്ടോയിലേക്ക്. കട കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഭയങ്കര പാടാ. രാജപാർവൈ റെസ്റ്റോറൻറ്റിലേക്ക് ഒരു ഓട്ടോയിൽ പോകും. കടയുടെ ഫ്രണ്ടിലെത്തി. ഇതൊരു അപ്സ്റ്റേഴ്സാണ്, ഹോട്ടൽ രാജപാർവൈ. ഒരു മുള്ളത്തന്നല്ലേ കേട്ടോ. അത് പക്ഷേ ഭാഗ്യത്തിന് ഇംഗ്ലീഷിലും കൂടി എഴുതിയിട്ടുണ്ട്. സാധാരണ ഇവിടെ ഒരു മിക്ക കടകളിലും തമിഴിൽ മാത്രമാണ് പേര് എഴുതുന്നത്. കണ്ടുപിടിക്കാൻ വലിയ പാടാണ്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ അദ്ദേഹത്തിനോട് ചോദിക്കായിരുന്നു. മട്ടൻ ചുക്ക,
നെയ്ച്ചോറ് മട്ടൺ സാപ്പ് നെയ്ച്ചോറും മട്ടൺ ചുക്ക കിട്ടും കോമ്പിനേഷൻ. പിന്നെ സാപ്പാട് ചോറ് വിത്ത് ഫിഷ് കറി, ഫിഷ് ഫ്രൈ, പിന്നെ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, എഗ് ബിരിയാണി. അതിൻ്റെ കൂടെ പരിപ്പ് അല്ലേ, എന്തൊക്കെ തരുന്ന പരിപ്പ്, സലാഡ് അങ്ങനെയെല്ലാം കിട്ടും. അതൊരു നെയ്ച്ചോറും മട്ടൺ ചുക്കയും ഉണ്ട് അല്ലേ? മട്ടൺ സാപ്പ് ഏതാണ് ബെറ്റർ? ഇത് മട്ടൺ സാപ്പ് ഒരേ. ഓ അങ്ങനെയാണല്ലേ, ഓക്കെ. ഒരു പീസിലാണ് വരുന്നത് അല്ലേ? ഓ മട്ടൺ ചോപ്സ് ഒരു വലിയ കഷ്ണവും ചാറും, ചുക്ക ചെറിയ ചെറിയ പീസ്. അപ്പോൾ ഒരു നെയ്ച്ചോറും മട്ടൺ ചുക്കയും ഒരെണ്ണം, മീൽസ് ഒരു ഫിഷ്. എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാം. കൂടെ ആൾക്കാരുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല കഴിക്കുന്നത്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഓർമ്മിക്കാതെ. അത് നിങ്ങൾ ചേച്ചി എന്തൊക്കെ കഴിച്ചു കൂട്ടുന്നത്? സോ ഞാൻ ഒറ്റയ്ക്കല്ല. ഇനി വെള്ളം ഒഴിച്ച് നമ്മളെല്ലാവരും ഇലയാണ് ഇവിടെ എല്ലാം ഒരു പ്രത്യേകത ഉണ്ടോ, ഇലയാണ്. ഇലയാകുമ്പോൾ അത്രയും ഹൈജീനിക്കായിട്ട് നമുക്ക് ധൈര്യമായിട്ട് കഴുകി വരുന്നില്ലല്ലോ, ഡിസ്പോസിബിൾ അല്ലേ, നാച്ചുറൽ സംഭവമാണ്. ഇത് മീൽസിൻ്റെ അല്ലേ? ഓക്കെ, മീൽസിൻ്റെ കാര്യങ്ങൾ വിളമ്പുന്നു. യെസ്. ഇതെന്താണ്? പൊരിയൽ, ക്യാരറ്റ് പൊരിയൽ. ഓരോ ദിവസം ഓരോ സ്പെഷ്യലായിരിക്കാം, ഓരോ നാൾക്ക് ഓരോന്ന്. ഇത് വെണ്ടയ്ക്ക കൂട്ടാ, വെണ്ടയ്ക്ക കൂട്ട്, പിന്നെ സലാഡ്, ഉള്ളി തൈര്. വത്തക്കുളമ്പ് ഉണ്ടോയെന്ന് അറിയില്ല, എന്തെങ്കിലും മീൻ കുളമ്പ് എന്തായാലും കാണും. മീൻ കുളമ്പ് ഇത് അതായത് ഈ സിറ്റിയെക്കുറിച്ച് പറയുന്നത്, അതായത് ഈ ഒരു തൂത്തുക്കുടി എന്ന് പറഞ്ഞാൽ മീൻ പേൾ സിറ്റി എന്ന് പറയും. മീനുകൾ കിട്ടുന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഇഷ്ടം പോലെ ഫിഷ്, കാര്യം കടലല്ലേ, അവർക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ കിട്ടും. അതുകൊണ്ട് സീ ഫുഡിൻ്റെ കൂടെ പേര് കേട്ട സ്ഥലമാണ് ഈ തൂത്തുക്കുടി. അതുകൊണ്ട് നമ്മളൊരു സീ ഫുഡ് ലഞ്ച് കഴിക്കാതെ പോകണത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് ഇവിടെ വന്നത്. പണ്ട് ഇതിൻ്റെ പേര് പാലസ് എന്നായിരുന്നു, ഇതിൻ്റെ പഴയ പേര്. 30 വർഷം പഴക്കമുണ്ട്. അന്ന് ഓൾഡ് നെയിം 30 years. പാലസ് എന്നായിരുന്നു പഴയ പേര്. അത് മാറ്റി അവർ റീബ്രാൻഡ് ചെയ്താണ് രാജപാർവൈ എന്ന് പറയുന്നത്. ഇത് എന്ത് മീനാ? വിളമീൻ. ഇത് സിറ മീൻസ് നെമ്മീൻ അല്ലേ, കിങ് ഫിഷ്. ഓക്കെ, ഫ്രൈ, മീൻ കറി കണ്ടാലറിയാം, അടിപൊളി കറി. ഇത് മട്ടൺ ചുക്ക ഓൾറെഡി വന്നു. ഗീ റൈസ് 14 വരും. ഇത് ചോറിൻ്റെ അക്കമ്പനിമെൻറ്റാണ് ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ എന്തായാലും തൂത്തുക്കുടി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു സീ ഫുഡ് ലഞ്ച് കഴിച്ചിരിക്കണം. മസ്റ്റ് ട്രൈ ആണ്. അത്രയും വിശ്വസിച്ച് നമുക്ക് സീ ഫുഡ് കഴിക്കാം. ഫ്രഷ് നല്ല ഞണ്ട്, കൊഞ്ച്, ഇതൊക്കെ കഴിക്കാൻ പറ്റുമോ? എന്ത് ഫ്രഷായിട്ട് അറിയാം ഇവിടെ മീൻ കിട്ടും. അതാണ്. അപ്പോൾ നമ്മുടെ നാടും മോശമില്ല, നമ്മളൊരു കേരളം കോസ്റ്റലാണല്ലോ, അപ്പം നമുക്ക് നല്ല ഫ്രഷ് ഫിഷ് കിട്ടുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടുന്ന് ഒരുപാട് മീൻ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. അവിടെ കുറയുമ്പോൾ തൂത്തുക്കുടി മീൻ എന്നാണ് പറയുന്നത്, അത് ഐസിട്ട് വരുന്നതാണ്. ഇവിടുന്ന് വാങ്ങുമ്പോൾ ഫ്രഷ് ആയിട്ട്. നെയ്ച്ചോറും വരുന്നു. യെസ്, ഇത് നെയ്ച്ചോറ് വിത്ത് മട്ടൺ ചുക്ക. ഇവിടെ ഇത് കോമ്പോ. ഇതിപ്പോൾ നമ്മൾ 12 മണിയായിട്ടുള്ളൂ. 12 മണിയായപ്പോഴേ ഞാനിവിടെ കയറി. 12-12:15. ഇപ്പോൾ ഇവിടുത്തെ ലഞ്ച് ടൈം ആയി വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ വരാൻ പോകണുള്ളൂ. ഇത് സൗകര്യമായി നമുക്ക് ഷൂട്ടും കൂടെ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഭയങ്കര തിരക്കിൽ ഭയങ്കര പാടാണ് സത്യം പറഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ. മട്ടൺ ഗ്രേവി, ഇത് ഫിഷ് കുളമ്പ്. ഇനി നല്ല പൊന്നി അരി ചോറ്. ഓക്കെ, കൊഞ്ചം ഒരു തവി പോലും. ഇവിടെ വത്തക്കുളമ്പ് കൊടുക്കും ഇതിൽ? ഇല്ല, അതിന് പകരം മീൻ കുളമ്പ്, രസം മോര്. ഓൺലി നോൺ വെജ്. ഇത് നോൺ വെജ് കടയാണല്ലോ, അതുകൊണ്ട് ഇവിടെ വത്തക്കുളമ്പ് പരിപാടിയില്ല. അതിന് പകരം മീൻ കുളമ്പ് കിട്ടും. ചാറ് സെപ്പറേറ്റ് വരുന്നുണ്ട്. ഇത് കൂടാണ്ട് ഇതിപ്പോൾ ഫിഷ് കറി മേടിച്ചില്ലെങ്കിലും ഇത് കിട്ടുമോ? ഓക്കെ. ഫിഷ് ഫ്രൈ വാങ്ങിച്ചാൽ കുളമ്പ് ഫ്രീ. ഓക്കെ, ഗ്രേവി മാത്രമായിട്ട് കിട്ടും. പിന്നെ ഇതിന് രസം മോര് മാത്രമേ എക്സ്ട്രാ വരുന്നുള്ളൂ. അപ്പളം ഇല്ല. ഇതാണ്. ഇതൊക്കെ നോൺ വെജിൻ്റെ കോമ്പിനേഷൻസാണ്. കുറച്ച് നെയ്ച്ചോറിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, കൊഞ്ചം ടേസ്റ്റിംഗ് ആണ്. ഗീ റൈസ്, നെയ്ച്ചോറ് വിത്ത് മട്ടൺ ചുക്ക. അടിപൊളി ചുക്ക, നെയ്ച്ചോർ കോമ്പിനേഷൻ ഗംഭീരം. ആഹാ, അടിപൊളി. രാജപർവൈ കൊള്ളാം കേട്ടോ. ഇത് ഹൈലി റെക്കമെൻഡഡ് ആണ്.
നൈസ് ഷോപ്പ്. നല്ല പേരുള്ള കടയാണ്, ഫേമസ്. ഇത് കഴിച്ചിട്ട് ചോറ്. ഇവിടെ ഒരുപാട് പാർസലും പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഗ്രിൽഡ് ഐറ്റംസും കിട്ടും കേട്ടോ. ഫിഷിൻ്റെ ഫിഷിൻ്റെ ഗ്രേവി, കുളം. ഓക്കെ, ആ ഫ്രഷ്നെസ്. നല്ല ഒന്നാന്തര ഫിഷ് കറി കുളമ്പ്. അത് മാത്രം മതി ചോറൂണ്. ഇത് ശരിക്കും ലൊക്കേഷൻ പറഞ്ഞാൽ തൂത്തുക്കുടി കോർപ്പറേഷൻ ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്സ്റ്റേഴ്സാണ് രാജപർവ്വ. സലാഡ് കോമ്പിനേഷൻസ്. ഫിഷ് ഫ്രൈയിലേക്ക് പോകുന്നു. ഇത് നെയ്മീനാണ് കേട്ടോ. നല്ല റെസിപ്പിയാണ് തോന്നുന്നത്. ഇവരുടെ എല്ലാം നല്ല പ്രിപ്പറേഷൻ. ചില നോൺ വെജ് കടകളിൽ തമിഴ്നാട്ടിൽ തന്നെ വന്നാൽ കുറേ ഐറ്റംസ് കാണും, ചുക്ക അത് ഇത്. പക്ഷേ ടേസ്റ്റ് ചിലപ്പോൾ ഇത്ര നന്നാവണമെന്നില്ല. ഇത് എക്സലൻറ്റ്. നിങ്ങൾക്ക് വരാം, വന്ന് കഴിച്ച് നോക്കട്ടെ അവിടെ വരുമ്പോൾ. അപ്പോൾ ഞാനിത് വിശാലമായിട്ട് സമാധാനമായിട്ട് കഴിച്ച് തീർക്കാം. വെണ്ടയ്ക്ക നൈസ്. നമ്മുടെ ട്രാവൽ വ്ളോഗ്സ് ഒരു കുലിനറി ടൂറും കൂടിയാണ്. അതായത് റീജിയണൽ ഫുഡ്സ് എക്സ്പ്ലോർ ചെയ്യുന്നൊരു പ്രോഗ്രാം കൂടിയാണ്. ഞാൻ ഫ്ലേവേഴ്സ് പിന്നെ എങ്ങനെയാണോ ചെയ്തത് അതുതന്നെയാണ് ഇതും. സെയിം കോൺസെപ്റ്റാണ്. ആ സ്ഥലത്ത് പോകുന്നു, അവിടുത്തെ കൾച്ചർ, ഫുഡ്, ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ്, ടെമ്പിൾസ്, ആൾക്കാരുടെ ജീവിത രീതി, അവിടുത്തെ ലോക്കലായിട്ട് എന്തൊക്കെ കിട്ടും, ഷോപ്പിംഗ്, പർച്ചേസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഈ യാത്രകളെല്ലാം നല്ലോണം ഭക്ഷണം കഴിക്കാനുള്ള അവസരവും കഴിക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു ഭയങ്കര എന്താണെങ്കിലും സ്വീറ്റാണെങ്കിലും എല്ലാ കാര്യങ്ങളും കഴിക്കും. പിന്നെ വീട്ടിൽ തിരിച്ച് വന്നിട്ട് 2-3 ദിവസം ഡയറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അത്രയ്ക്ക് ഫുഡ് കഴിക്കുന്നുണ്ട്. അടിപൊളി ഭക്ഷണമായിരുന്നു. വയറ് പൊട്ടാറായി. ഓ മൈ ഗോഡ്സ്. അങ്ങനെ ഹോട്ടൽ രാജപർവ്വ റെസ്റ്റോറൻ്റാണ്. അവിടെ നിന്ന് ഇവർ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ഒരു വലിയ ഭാഗ്യം. ഇതേ നേരെ നോക്കിയാൽ തൂത്തുക്കുടി കോർപ്പറേഷൻ ബിൽഡിംഗ് ആണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്സ്റ്റേഴ്സാണിത്. കഴിച്ച് തളരുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ക്ഷീണം വരുന്നത് അതാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും അടുത്ത സ്ഥലത്തേക്ക് പോവാം. പിന്നെ ഞാൻ ഈ ഉടുത്തിരിക്കുന്ന സാരി റെഡിമെയ്ഡ് സാരിയാണ്. ഓർക്കുന്നുണ്ടോ നമ്മൾ പണ്ട് ചെന്നൈയിൽ പോയില്ലേ മീരയുടെ വീട്ടിൽ? ആ സമയത്ത് ഞാൻ കുറേ സാരീസ് വാങ്ങിച്ചല്ലോ. റെഡിമെയ്ഡ് സാരി മീൻസ് സ്റ്റിച്ച്ഡ് സാരിയാണ്, എളുപ്പമാണ് എടുക്കാൻ. അതിപ്പോഴാണ് ഞാൻ ഇത് കൊടുക്കുന്നത്. വണ്ടി എടുത്തിട്ടല്ലല്ലോ വന്നേ. അപ്പം നമുക്ക് ഓട്ടോ വിട്ടിട്ട് പോയി. ഇനി അടുത്തൊരു ഓട്ടോ പിടിക്കാം. റോഡ് സൈഡിലാണ്, കുഴപ്പമില്ല. എന്ത് പിടിക്കാം? ഒരു ഓട്ടോ മൈൻഡ് ചെയ്തില്ല, പോയി. ആ നിർത്തിയല്ലേ? അയ്യോ, ഞാൻ വിചാരിച്ച് കാണാതെ പോയി. ഹോട്ടൽ രാജ. പുള്ളി ഞാൻ കൈ അടിച്ചത് നിർത്താതെ പോയപ്പോൾ ഞാൻ വിചാരിച്ച് കണ്ടില്ല. അപ്പോൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ പാഞ്ചാലക്കുറിച്ചി. അവിടെ ഒരു ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻ്റ് ആണ്. ആ ഭാഗത്തേക്ക് പോവാണ്. ഇവിടെ നിന്ന് 22 കിലോമീറ്റേഴ്സാണ് തൂത്തുക്കുടിയിൽ നിന്ന്. അവിടെ പോയിട്ട് തിരിച്ച് നമ്മൾ തൂത്തുക്കുടിയിലേക്ക് തന്നെ വരും. നമ്മളങ്ങനെ പാഞ്ചാലക്കുറിച്ചിയിലെത്തി. വീരപാണ്ഡ്യ കട്ടപ്പൊമ്മൻ അദ്ദേഹത്തിൻ്റെ മെമ്മോറിയൽ സൈറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. വീരപാണ്ഡ്യ കട്ടപ്പൊമ്മൻ മെമ്മോറിയൽ ഫോർട്ട് പാഞ്ചാലക്കുറിച്ചി. പാഞ്ചാലൻകുറിച്ചി. ഇവിടെ ടിക്കറ്റ്സ് എടുക്കണം.
ഇതിനകത്തേക്ക് പോകാം. ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിയോളജിയുടെ കീഴിൽ വരുന്നതാണ് റിസർവ്ഡ് മോണ്യുമെൻറ്റ്. ഇത് 1974 കെട്ടിയ മെമ്മോറിയൽ ബിൽഡിംഗാണ്. കട്ടപ്പമ്മൻ ജീവിച്ച പാലസെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഡിമോളിഷ് ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ളൊരു മോണ്യുമെൻ്റായിട്ട് കിട്ടിയാണ് ഇത്. അതുകൂടാണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷേത്രമുണ്ട് ഇതിനകത്ത് തന്നെ, വളപ്പിൽ. 18-ാം നൂറ്റാണ്ടിൽ വളരെ പ്രശസ്തമായ പാഞ്ചാലം കുറിച്ചിയിലെ ഇവിടുത്തെ രാജാവായിരുന്ന ശ്രീ വീരപാണ്ഡ്യൻ കട്ടപ്പമ്മൻ, അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഇവിടെ വലിയൊരു പാലസ് ഉണ്ടായിരുന്നു, ഒരു ഫോർട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ ഓർമ്മകളാണ്. ഇത് പിൽക്കാലത്ത് ഉണ്ടാക്കിയ ഒരു മെമ്മോറിയലാണ്. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ചരിത്രമൊക്കെ കുറച്ച് അറിയാൻ പറ്റും. അപ്പോൾ പാഞ്ചാലം കുറിച്ചിയുടെ ചീഫ്റ്റൻ അല്ലെങ്കിൽ ലീഡറായിരുന്നു. അത് ഒരു വാസൽ പോലെയാണ്. അതായത് കൃഷ്ണദേവരായയുടെ എല്ലാം പല പല ഭാഗങ്ങളിൽ പല ഏരിയാസും ഓരോ ആൾക്കാരെ രാജാക്കന്മാരെ വെച്ചിരുന്നു. അതുപോലെ ഇവിടെ പാഞ്ചാലം കുറിച്ചിയിൽ കട്ടപ്പമ്മനായിരുന്നു ഇവിടുത്തെ രാജാവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയത്ത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സോൾജേഴ്സും കൂടി ഹണ്ടിങ്ങിന് ഈ പ്രദേശത്ത് വരുന്നു. ആ സമയത്തൊരു പെക്യുലർ കാഴ്ച, അതായത് ഒരു റാബിറ്റ് പട്ടിയെ തുരത്തുന്ന കാഴ്ചയാണ്, ചേസ് ചെയ്യുന്നതുണ്ട്. അപ്പോൾ അത് പട്ടി റാബിറ്റിനെ കണ്ട് പേടിച്ചോടുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം ഭയങ്കര ഇമ്പ്രസ്ഡായി. എന്നിട്ട് ഇവിടെ ഈ സ്ഥലത്ത്, ആ കണ്ട സ്ഥലത്ത് തന്നെയാണ് ഒരു ഫോർട്ട് പണിയുന്നത്. ആ ഫോർട്ട് ആണ് പിന്നീട് ഈ സ്ഥലത്തിന് പാഞ്ചാലം കുറിച്ചി എന്ന് അദ്ദേഹം പേര് വയ്ക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ പാഞ്ചാലൻ എന്നായിരുന്നു പേര്, ആ പേരും കൊടുക്കുന്നു. അങ്ങനെ പാഞ്ചാലം കുറിച്ചി. ഒരു 30 വയസ്സായപ്പോഴാണ് അദ്ദേഹത്തിന് ഇവിടുത്തെ രാജാവായിട്ട് അവരോഹണം ചെയ്യുന്നത്. ഓക്കെ, 47th കിങ് 1790 അദ്ദേഹത്തിനെ രാജാവാക്കുന്നു. 30 ഇയേഴ്സാണെന്ന് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് 30 വയസ്സ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വാസമുള്ള ദൈവമായിരുന്നു ഇവിടെ തിരുച്ചെന്തൂരിലെ മുരുക ഭഗവാൻ. അവിടെ എല്ലാ ദിവസവും ഇവിടുത്തെ പ്രാർത്ഥന മണി മുഴങ്ങുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ദിവസം തുടങ്ങുന്നതും പൂജ ആരംഭിക്കുന്നത്. വലിയൊരു അഡ്മിനിസ്ട്രേറ്ററായിരുന്നു, ഒരു റിലീജിയസ് പേഴ്സൺ ആയിരുന്നു അദ്ദേഹം. ഇവിടെ ഏകദേശം 96 വില്ലേജസ് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അതെല്ലാം അദ്ദേഹത്തിൻ്റെ അധീനതയിൽ വരുന്ന കിങ്ഡത്തിൻ്റെ ഭാഗമായിരുന്നു. വളരെ നല്ലൊരു രാജാവായിട്ട് അദ്ദേഹം ഇവിടെയെല്ലാം ഭരിച്ചിരുന്നു. പക്ഷേ ഒരു 1798 ആയപ്പോൾ ബ്രിട്ടീഷുകാർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി അദ്ദേഹമായിട്ട്. ബ്രിട്ടീഷ് ടാക്സിങ് സിസ്റ്റത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒരുപാട് വിമർശനമുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഇഷ്ടക്കേടുണ്ടായിരുന്നു. അങ്ങനെ ടാക്സ് ഒന്നും കൊടുക്കാതെ ഒരു 6 വർഷത്തെ അരിയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിനെ കാണാൻ വരുന്നു. ഓക്കെ, അതെല്ലാം കൊടുക്കണം, 6 ഇയേഴ്സ് അരിയേഴ്സ് കൊടുക്കണം എന്ന് പറയുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം കട്ടപ്പമ്മൻ വാസ് നോട്ട് റെഡി ടു പേ ദ അരിയേഴ്സ് ഓഫ് ടാക്സ്. അദ്ദേഹം റിഫ്യൂസ് ചെയ്തു. കാരണം അദ്ദേഹം പറയുന്നത്, ഈ നാടിന്, ഈ ലാൻഡിന് വേണ്ടിയിട്ട് എന്തിനു ഞങ്ങൾ ബ്രിട്ടീഷുകാർക്ക് കപ്പം കൊടുക്കണം, അവർക്ക് എന്ത് അധികാരമാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് അത് ചാലഞ്ച് ചെയ്യുന്നു. ഇൻകം ടാക്സ് ഒന്നും കൊടുക്കാൻ പറ്റില്ല, ഒരു ടാക്സും കൊടുക്കാൻ പറ്റില്ല, അവരിൽ നിന്നും ഒരു ഇൻകവും കിട്ടാതെ നമ്മളെന്തിനാ ടാക്സ് കൊടുക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. അദ്ദേഹത്തിൻ്റെ മറ്റൊരു കുടുംബദേവിയായിരുന്നു ജഗമ്മാൾ. അപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടാളും കൂടി ജഗമ്മ എടുത്ത് പ്രാർത്ഥിച്ചു, ഈ ഒരു പ്രതിസന്ധി ഒന്ന് തരണം ചെയ്യാനായിട്ട് സഹായിക്കണം. കാര്യം അദ്ദേഹം ഈ കോൺസിക്വൻസസിനെ കുറിച്ച് ബോധമല്ലായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് ടാക്സ് കൊടുക്കാണ്ട് അവരെ എതിർത്തുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അത്ര അറിയില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം അദ്ദേഹം ദേവിയോട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഒന്നും നടക്കുന്നില്ല. ഈ ബ്രിട്ടീഷുകാർക്ക് ഇദ്ദേഹത്തിനെ ഇഷ്ടമേ അല്ലായിരുന്നു, ഒരു റിബലായിട്ടാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ മിസ്റ്റർ ജാക്സൺ, ബ്രിട്ടീഷ് ഗവർണർ, അദ്ദേഹത്തിനെ വിളിക്കുന്നു ഡിസ്കഷന് ടാക്സ് പ്രോബ്ലംസിനെ കുറിച്ച്. ഭയങ്കരമായിട്ട് ഈ ബ്രിട്ടീഷ് രാജ്യത്തിനെതിരായിട്ടുള്ള സംസാരവും അവർ തമ്മിൽ വലിയ വാഗ്വാദമൊക്കെ ഉണ്ടാകുന്നു. ജാക്സൺ അപ്പോൾ അവിടെ വിളിച്ചു വരുത്തിയിട്ട് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് സോൾജേഴ്സിനോട് പറയുന്നു. പക്ഷേ ഇദ്ദേഹം ഭയങ്കര ഒരു വോറിയറായിരുന്നു. അദ്ദേഹം ഉടനെ തന്നെ ആ 2 സോൾജേഴ്സിനെയെല്ലാം കൊന്നിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്തു. അങ്ങനെ കാലം മുന്നോട്ട് പോവുകയാണ്. പല പല ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരുന്നു. കട്ടപ്പമ്മനും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട്, ക്വീനുമായിട്ട് സലികുളം ഹിൽസിലേക്ക് കുറച്ച് വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ പോലെ പോയതാണ് ഒരു സമയത്ത്. ആ സമയത്ത് അഡ്മിനിസ്ട്രേഷൻ നോക്കിക്കൊണ്ടിരുന്ന തനതിപ്പട്ടി പിള്ളை എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മിനിസ്റ്ററായിരുന്നു. പക്ഷേ മിനിസ്റ്റർ ഇദ്ദേഹം ഇല്ലാത്ത ആ ഒരു അവസരത്തിൽ ബ്രിട്ടീഷ് ഭരണം ഇഷ്ടമില്ലാത്ത ആൾ തന്നെയായിരുന്നു മിനിസ്റ്ററും. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ ബ്രിട്ടീഷുകാരുടെ മെസ്സേജസ് എല്ലാം ഇഗ്നോർ ചെയ്തിട്ട് പാഡി ഗ്രാനറി ഓഫ് ശ്രീവൈകുണ്ഠത്തിൽ നിന്നു, അത് ആ പാഡി ഗ്രാനറി എല്ലാം ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ വരുന്നതായിരുന്നു. പക്ഷേ അവിടെ നിന്ന് കംപ്ലീറ്റ് പാഡി ലൂട്ട് ചെയ്യുന്നു. ബ്രിട്ടീഷുകാരുടെ കയ്യിലിരുന്ന ഒരു സ്ഥലത്തുനിന്ന് അരിയെല്ലാം അവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. ബ്രിട്ടീഷ് സ്വാഭാവികമായിട്ട് അവർക്ക് ഓൾറെഡി ഇഷ്ടക്കേടാണ്.
അങ്ങനെ അവരെന്താ ചെയ്യും, റിട്ടാലിയേഷന് വേണ്ടിയിട്ട് പാഞ്ചാലം കുറിച്ചിയിലേക്ക് ആർമിയെ വിടുന്നു. അങ്ങനെ വലിയ യുദ്ധം നടക്കുന്നു. അതിനിടയ്ക്ക് എട്ടയാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു രാജാവുണ്ട്, ഇട്ടപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു സ്പൈ ആയിരുന്നു ബ്രിട്ടീഷുകാരുടെ. ആ സ്പൈ എന്താ ചെയ്തറിയാം, ബ്രിട്ടീഷുകാരോട് പറയുന്നു, ഇവിടെ രാജാവിൻ്റെ എല്ലാ സോൾജേഴ്സും തൃച്ചെന്തൂരിലേക്ക് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോവാണ്, ആ ദിവസം വന്നു കഴിഞ്ഞാൽ കോട്ട പിടിച്ചടക്കാമെന്ന് പറയുന്നു. ആ സെയിം ഡേ ഇവിടെ സോൾജേഴ്സൊന്നും ഇല്ലാതിരുന്നൊരു സമയത്ത് ഒരു ബറ്റാലിയൻ, അത് ജോൺ ബാനർമാൻ്റെ കീഴിൽ ക്യാപ്റ്റൻ വെള്ളയത്തേവൻ ആയിട്ടായിരുന്നു യുദ്ധം. ഇവിടെ ക്യാപ്റ്റൻ വെള്ളയത്തേവൻ അവിടെ ബ്രിട്ടീഷുകാരുടെ ആർമിയെ കൊണ്ടുവന്ന ബറ്റാലിയനുമായിട്ട് വന്നത് ജോൺ ബാനർമാനാണ്. ഒരു യുദ്ധം നടക്കുന്നു, എന്ത് സംഭവിക്കുന്നു, സ്വാഭാവികമായിട്ട് ഇവിടെ സോൾജേഴ്സ് കുറവായിരുന്നു, എന്നാലും ഫൈറ്റ് ചെയ്തു. 1799 ഈ സംഭവം. ഒരുപാട് സോൾജേഴ്സിനെ കൊല്ലാനും സാധിച്ചു. അറ്റ് ദ സെയിം ടൈം പക്ഷേ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ അദ്ദേഹം പാഞ്ചാലം കുറിച്ചി വിടുന്നു. മിനിസ്റ്റേഴ്സ് പറഞ്ഞിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സും ഈ കോട്ടയും കൊട്ടാരവും വിട്ട് ട്രിച്ചിയിലേക്ക് പോകുന്നു. പക്ഷേ എഗെയിൻ ഇട്ടിയപ്പൻ എന്ന് പറയുന്ന സ്പൈ, മറ്റേ രാജാവ് ബ്രിട്ടീഷുകാരെ ഇൻഫോം ചെയ്യുന്നു, ദേ ഇവിടെ ആളില്ല, പാഞ്ചാലം കുറിച്ചിയിൽ കട്ടബൊമ്മനും ബ്രദേഴ്സും ഒന്നുമില്ല, അവരിവിടെ നിന്ന് ട്രിച്ചിയിലേക്ക് ഓടിപ്പോയിരിക്കുവാണ് എന്നെല്ലാം പറയുന്നു. ഉടനെ തന്നെ പാഞ്ചാലം കുറിച്ചി ഫോർട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് ബ്രിട്ടീഷ് ക്യാനൺസൊക്കെ ആയിട്ട് വന്നു, ഭയങ്കര പീരങ്കികളൊക്കെ ആയിട്ട് വന്നിട്ട് ക്യാപ്റ്റൻ ബാങ്ക്ഷയുടെ നേതൃത്വത്തിൽ നോക്കി ആ ഫോർട്ടും കൊട്ടാരവും എല്ലാം തന്നെ വലിയ വലിയ പീരങ്കിയിലൂടെ വലിയ ബോംബുകൾ ഇട്ടിട്ട് ഫുള്ളായിട്ട് ഡിമോളിഷ് ചെയ്യുന്നു. വളരെ ദുഃഖകരമായ കാര്യമാണത്. അതേസമയം കൊട്ടബൊമ്മൻ രാജാവ് പുതുക്കോട്ടയിലാണ് പോയി അഭയം പ്രാപിച്ചത്. കിങ് ഓഫ് പുതുക്കോട്ടെ ഗേവ് ഹിം അസൈലം. പക്ഷേ അതേസമയം അയാളൊരു ചതിയനായിരുന്നു, ബ്രിട്ടീഷുകാരെ അറിയിച്ചു ഇദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അദ്ദേഹം കൊട്ടാരത്തിൽ, കട്ടബൊമ്മൻ രാജാവ് അവിടെ പുതുക്കോട്ടയിലെ കൊട്ടാരത്തിൽ പീസ്ഫുള്ളായിട്ട് ഉറങ്ങിയ സമയത്താണ് ബ്രിട്ടീഷ് സോൾജേഴ്സ് അവിടെ വരികയും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നത്. ബിക്കോസ് അദ്ദേഹത്തിനെ ഒറ്റുകയായിരുന്നു പുതുക്കോട്ടയിലെ രാജാവ്. അതിൻ്റെ എന്ത് സംഭവിച്ചു, ബ്രിട്ടീഷ് ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്നു, ഒരു വിചാരണ പോലെ നടക്കുന്നു, ട്രയൽ. ഇതെല്ലാം 1799 സംഭവിക്കുന്നത്. ഒരു ഫെയർ ട്രയൽ അല്ലായിരുന്നു, ഒരു അൺഫെയർ ട്രയലായിരുന്നു. ഹി വാസ് സെൻറ്റൻസ് ടു ഡെത്ത്. അദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലാനായിട്ടാണ് വിധി വരുന്നത്. അങ്ങനെ 1799 16-ാം തീയതി 10-ാം മാസം അദ്ദേഹത്തിനെ തൂക്കിലേറ്റാണ്. പക്ഷേ അദ്ദേഹം മരിച്ചെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഫ്രീഡം ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ, ഇത്രയും ബ്രേവായിട്ടുള്ളൊരു രാജാവ്, ഒരു ലീഡർ ജനങ്ങളുടെ മനസ്സിൽ എന്നും ജീവിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഒരു മെമ്മോറിയലും ഇവിടുത്തെ ഈ കഥകളെക്കുറിച്ചുള്ള വർണ്ണനയും ഇലസ്ട്രേഷനും എല്ലാം. കട്ടബൊമ്മൻ ടെമ്പിളും അതുപോലെ തന്നെ അവരുടെ കുടുംബദേവതയായ ജഗ്ഗമ്മാളുടെ ടെമ്പിളും ഇതിനകത്ത് തന്നെയാണ്, ഈ മതിൽക്കെട്ടിനുള്ളിലാണ്. ചെറുതായിട്ട് കാണാമല്ലോ, വലിയ മതിലും അതിനകത്തൊരു ഗോപുരമൊക്കെ കാണാം. പഴയ കോട്ടയുടെ കുറച്ച് അവശിഷ്ടങ്ങളാണ്. ഓക്കെ, ഇതിപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ റിസർവ്ഡ് മോണ്യുമെൻ്റായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. പഴയ കൊട്ടാരത്തിൻ്റെയും കോട്ടയുടെയൊക്കെ അവശിഷ്ടങ്ങളാണ്. അതിൻ്റെ ബേസ്മെൻറ്റ് അങ്ങനത്തെ കാര്യം ഇവിടെ തൊട്ട് അവിടം വരെ അത് കാണാം. ബാക്കിയുള്ളതായിട്ട് ഇത്രയേ ഉള്ളൂ. ഒരു റിസർവ്ഡ് മോണ്യുമെൻ്റാണ്, പഴയ ചരിത്രത്തിൻ്റെ ബാക്കി പത്രമാണ് ഈ കാണുന്നതെല്ലാം. പാഞ്ചാലം കുറിച്ച് വാസ് റൂൾഡ് ഡ്യൂറിങ് 18th century. ഇവിടെ ഒരു വലിയൊരു റൈറ്റിംഗ് ഉണ്ട്. ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിയോളജി 1786 ഈ കോട്ട ഡിമോളിഷ് ചെയ്തത് ബൈ കേണൽ ബ്ലോട്ടൺ. പിന്നെ അത് റീകൺസ്ട്രക്ട് ചെയ്തു ഇദ്ദേഹത്തിൻ്റെ ഒരു ബ്രദർ. പിന്നെ അത് കഴിഞ്ഞിട്ട് മേജർ ബാനർമാൻ അറ്റാക്ട് പാഞ്ചാലം കുറിച്ചി ആൻഡ് ഡിമോളിഷ് ദ ഫോർട്ട് ഡ്യൂറിങ് 1799 AD. എത്ര പ്രാവശ്യം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ച് റീകൺസ്ട്രക്ഷൻ നടന്നു എന്ന് പറയും. ദിസ് ഫോട്ടോസ് അഗെയിൻ ഇറക്റ്റഡ് ബൈ ഉമൈതുറൈ, യങ്ങർ ബ്രദർ ഓഫ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, വിത്ത് ക്ലേ ആൻഡ് ജാഗറി ജ്യൂസ് വിത്തിൻ 6 days. കേണൽ മക്കാലെ ഫൈനലി ഡിസ്ട്രോയ്ഡ് ദിസ് ഫോർട്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിയോളജി ഇപ്പോൾ എക്സ്കവേറ്റ് ചെയ്താണ് ഈ സൈറ്റ് കണ്ടെത്തിയത്. അപ്പോൾ അൺഎർത്ത് ചെയ്ത ഭാഗങ്ങളിൽ നിന്ന് റോയൽ കോർട്ട്, കല്യാണ മണ്ഡപം, കിച്ചൺ ആൻഡ് അതർ ലിവിങ് റൂംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് ഈ കാണുന്നത്, ബേസ്മെൻറ്റ്. ഇത് പഴയ കോട്ടയുടെയും കൊട്ടാരത്തിൻ്റെയും ബാക്കിയുള്ള കാര്യങ്ങൾ. വീര ജഗദേവി എന്ന് പറയുന്നത്, പക്ഷേ ഇത് വീരസഖദേവി എന്നാണ് സ്പെല്ലിംഗ് വൈസ് വരുന്നത്. ഇത് ശ്രീ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ അദ്ദേഹത്തിൻ്റെ കുടുംബദേവതയുടെ ക്ഷേത്രമാണ്. ഈ ടെമ്പിളിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് അവരുടെ കുടുംബദേവതയാണ്. പിന്നെന്താ, ഇതിനകത്ത് തന്നെ ശ്രീ കട്ടബൊമ്മൻ്റെ ഒരു കോവിൽ പോലെ അതിനകത്തുണ്ട്, അദ്ദേഹത്തിനെയും പ്രാർത്ഥിക്കാൻ പറ്റും. വീര ജഗദേവി ടെമ്പിൾ ഇതാണ്. ഇവിടെ കംപ്ലീറ്റ് ഒരു നല്ല ഒരു പീസ്ഫുൾ സ്ഥലമാണ്. നിറയെ വേപ്പ്, പുളിമരങ്ങൾ, ധാരാളം നേച്ചർ, ഭയങ്കര പീസ്ഫുള്ളാണ് ഇവിടെ. ഇഷ്ടംപോലെ അണ്ണാനും കിളികളുടെ ശബ്ദം കൊണ്ടും അണ്ണാൻ്റെ ശബ്ദം കൊണ്ടും ശബ്ദമുഖരിതമാണ് ഇവിടെ. നേച്ചറിൻ്റെ നേച്ചർ ഇങ്ങനെ വിളിക്കുന്ന പോലെ ഒരുപാട് നല്ല നല്ല നേച്ചർ സൗണ്ട്സാണ് ഇവിടെ കേൾക്കുന്നത്. വലിയൊരു ആൽമരം,
അതിനിടയിലായിട്ടാണ് അദ്ദേഹത്തെ മെമ്മോറിയലായിട്ട് കെട്ടിയിരിക്കുന്ന ഈ ഒരു ഫോർട്ട് പാലസ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ, അതായത് തൂത്തുക്കുടിയിലോ തൃച്ചെന്തൂരോ ഒക്കെ വരികയാണെങ്കിൽ, ഈവൻ കോവിൽപ്പട്ടിയിൽ വന്നാൽ പോലും ഇവിടെ വരാം, വന്നിട്ട് ഇത് കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഹി വാസ് എ ഫ്രീഡം ഫൈറ്റർ. ഈ രാജാവ് ബ്രിട്ടീഷുകാരുമായിട്ട് എതിർത്ത് നാടിനു വേണ്ടി നിലകൊണ്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രവും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും ഒക്കെ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് റെസ്പെക്റ്റോടുകൂടി നമ്മൾ കേൾക്കുന്നു, നമ്മളത് മനസ്സിൽ അദ്ദേഹത്തിനെ എന്നും ഓർമ്മിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് പോകേണ്ടത്. ആ സാക്രിഫൈസൊക്കെ മനസ്സിലുണ്ടാവണം നമുക്കെപ്പോഴും, അങ്ങനത്തെ കാര്യം. ഇത് കാണാനായിട്ടാണ് ഇവിടെ വന്നത്. ഇനി നമ്മൾ തിരിച്ച് തൂത്തുക്കുടിയിലേക്ക് പോകാം. ഇതൊരു 21 കിലോമീറ്ററാണ് ഫ്രം തൂത്തുക്കുടി. ഇത് തമിഴ്നാട് ടൂറിസം വെൽക്കംസ് യു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കാര്യം ഇതെന്താ വെച്ചാൽ ഇവിടെ നിന്ന് കാണുമ്പോൾ ഒരു കോട്ട പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഒരു കോട്ട ഇതിൻ്റെ ഉള്ളിലേക്ക് നടന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പിന്നീട് പിൽക്കാലത്ത് ഉണ്ടാക്കിയതാണ്. അകത്താണ് ഒരു ഫോർട്ട് പോലെ, അതിനകത്തൊരു പാലസ് പോലെയൊക്കെ വെച്ചിട്ടാണ് ആ മെമ്മോറിയൽ ആക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. ചെറിയ പൈസയേ ഉള്ളൂ, 10-20 രൂപ അങ്ങനെയെല്ലാം. അകത്ത് കയറിയാൽ വളരെ പീസ്ഫുള്ളായിട്ടൊന്ന് എല്ലാം കാണാം. കുറച്ച് നേരം അവിടെ ഇരിക്കാം. ഇത് നോക്കൂ, നമ്മൾ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം നല്ല വേപ്പിൻ്റെ താഴെയാണ്. അപ്പോൾ ഈ വേപ്പിലയുടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഈ കാറ്റൊക്കെ അടിച്ചിട്ടേ നമ്മൾ അങ്ങനത്തെ ഹെയറൊക്കെ ശ്വസിച്ച് കഴിഞ്ഞാൽ പൊല്യൂഷൻ ഫ്രീ ഒരു നല്ല ആരോഗ്യത്തിന് ഭയങ്കര നല്ലതല്ലേ വേപ്പിലയുടെ അവിടെയൊക്കെ നിന്നിട്ട് ഇങ്ങനെ ഈ ഒരു കാറ്റൊക്കെ ശ്വസിക്കുന്നത്. ഒരു ചെറിയൊരു ടീ ഷോപ്പുണ്ട് ഇതിനകത്ത്. ടൂറിസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ ചായയും കടികളും ഒക്കെ വേണമെങ്കിൽ കിട്ടും. നമുക്കത് വേണ്ട, നമ്മൾ തിരിച്ച് തൂത്തുക്കുടിയിൽ പോയിട്ട് ഒരു കാര്യം കൂടിയുണ്ട്, അതും കൂടി അവിടെ ചെന്നിട്ട് ചെയ്യാം. ഇപ്പം എന്തായാലും ഈ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും വിശപ്പൊക്കെ തിരിച്ചു വന്നു. ഇനി എന്തെങ്കിലും ജ്യൂസ് സ്നാക്സൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട്. ദേ പച്ച ബോട്ട് സിറോൺ ജ്യൂസ് പാർക്ക്. അങ്ങനെ സിറോൺ ജ്യൂസ് പാർക്കിനകത്തേക്ക് കയറും. ഫലൂഡ ഫേമസ് ആണോ? എന്തൊക്കെയാ? റോയൽ ഓ മെനു കാർഡൊന്നും മതി. ഇതിൻ്റെ ഓണറാണ് ഇദ്ദേഹം, കൊല്ലംകാരനാണെന്നാണ് പറയുന്നത് അല്ലേ. സിറോണിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യാം. ഓക്കെ, കുറച്ച് വെയിലെല്ലാം കൊണ്ടിട്ട് വരുമല്ലേ. ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഒന്നും അവരുടെ ഒരു പ്രോഡക്റ്റിലില്ല. അങ്ങനെ ടോപ്പിങ്സ് കളർഫുൾ ആക്കില്ല, ഹണി മാത്രമേ ടോപ്പിംഗ് ഉള്ളൂ. അത് ഭയങ്കര നാച്ചുറൽ പ്രോഡക്റ്റ്സ് ഉള്ളി. ഓക്കെ ഫൈൻ. മിൽക്ക് ഷേക്ക് വിത്ത് ഐസ്ക്രീം, വിത്തൗട്ട് ഐസ്ക്രീം. സിറോൺ സ്പെഷ്യലാണ് ഈ തിക്ക് മിൽക്ക് ഷേക്ക്സ് വരുന്നത്. ഷാർജ ഷേക്കിൽ ഐസ്ക്രീം ഒന്നും വരില്ല. ഓ സെപ്പറേറ്റ്. ഓക്കെ ഓക്കെ. അത്ര വലിയ വിലയുമില്ല കേട്ടോ, ഏതാണ്ടൊരു 75-80. അതെ, തൂത്തുക്കുടിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾക്കാരാണ് അല്ലേ. ഓ അത് ശരി. ഷേക്സൊക്കെ ഇവിടെ കൊണ്ടുവന്ന ആൾക്കാരും കൂടിയാണ് ഇവർ. ഇത് കൂടാണ്ട് ഫെലൂഡ ഉണ്ട് സെപ്പറേറ്റ്, ഫാൻസി ഫെലൂഡാസ്, സ്പെഷ്യൽ ഐസ്ക്രീംസ് ഉണ്ട്. ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീമാണോ ഇത്? സിറോൺ ഫ്രൂട്ട് സലാഡ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ അതൊരെണ്ണം തരും, ഫ്രഷ് ഫ്രൂട്ട്സ് വിത്ത് അത് വേണം. ഒരു ഫെലൂഡ, ഒരു സിറോൺ ഫ്രൂട്ട് സലാഡ്, ബദാം ഷേക്ക്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ആഹാ. പിന്നെ സ്നാക്സ് എന്തല്ലേ? കട്ട്ലറ്റ്. ഇവിടുത്തെ കട്ട്ലറ്റ് ഭയങ്കര ഫേമസ് ആണല്ലോ. ചിക്കൻ സമോസ. ഓക്കെ ഓക്കെ. സമോസ, ചിക്കൻ സമോസയും ഒരു ചിക്കൻ കട്ട്ലറ്റ്, മട്ടൺ കട്ട്ലറ്റ്, ചിക്കൻ റോൾ ആൻഡ് ചിക്കൻ സമോസ. കുറേ സ്വീറ്റ് കോൺ. ഓക്കെ നോക്കാം. സ്വീറ്റ് കോൺ സമോസയും കൂടി നോക്കാം. നമ്മളെല്ലാം എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ, എല്ലാം ടേസ്റ്റിംഗ് ആണ് എൻ്റെ പ്രധാന ഇത്. ഇതാണ് ചിക്കൻ റോൾ. നല്ല ചൂട്. ഇത്രയും ചൂട് എങ്ങനെ വരണേ? ഇവിടെ ഇപ്പോൾ ചൂട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ ഇവിടെ? എവിടെ ഉണ്ടാക്കണേ? അകത്ത് കിച്ചണിൽ. ഓ വെരി ഗുഡ്. ചൂടായിട്ടാണ് കേട്ടോ, നല്ല ചൂടുണ്ട്. ദിസ് ഇസ് ചിക്കൻ റോൾ. ഓ അത് നല്ല ചൂടായിട്ട് കൊടുക്കും. അത് ശരി, ആൾക്കാരുടെ ഡിമാൻഡ് അനുസരിച്ച് ചിക്കൻ റോൾ. ഓക്കെ, നല്ല ക്രിസ്പി തിൻ കവറ്, ഫില്ലിങ്. നൈസ്, വെരി ഗുഡ്. അപ്പോൾ ഈ കട മറക്കണ്ട, സിറോൺ. റിനോവേഷൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല കട. ഓക്കെ, വ്യത്യാസം ഉണ്ടാവും. ഇതെന്ത് സമൂസയായിരുന്നു? ചിക്കൻ
ചൂടെന്ന് പറഞ്ഞാലേ തുറക്കാൻ പറ്റുന്നില്ല. ടു ഹോട്ട്. ആഹാ, ഹോട്ട് സമോസ, അടിപൊളി. ദിസ് ഇസ് ചിക്കൻ സമോസ. അടിപൊളി. മട്ടൻ കട്ട്ലറ്റ് കാണിച്ചോ? ഓ, മട്ടൺ കട്ട്ലറ്റ്. ആൻഡ് ദിസ് ഇസ് കോൺ വെച്ചിട്ടുള്ള കോൺ ഫില്ലിംഗ്, സ്വീറ്റ് കോൺ. ഇത് മട്ടൺ. ദിസ് ഇസ് മട്ടൺ കട്ട്ലറ്റ്. ആഹാ, സ്പെഷ്യലാ. എൻ്റെ അമ്മ രണ്ടുപേരും ആണല്ലോ കഴിച്ച് തീർക്കാൻ. ഓ മൈ ഗോഡ്, കാണാൻ എന്ത് ഭംഗിയല്ലേ. ഇതേ ഇത് നമ്മുടെ അകത്ത് കോൺ, സ്വീറ്റ് കോൺ, നൈസ് ഫില്ലിംഗ്. വെരി നൈസ് സ്വീറ്റ് കോൺ ഫില്ലിംഗ് സമോസ. ഞാൻ ഫുഡ് എല്ലാമെന്നും പറയുന്നുണ്ട്, വെട്ടി അടിക്കുന്നു. ഫ്രൂട്ട് ബൗൾ, ഫ്രൂട്ട് സലാഡ്. ഇതിൽ കസ്റ്റേർഡ് ഉണ്ടാവോ? കസ്റ്റേർഡ് ഉണ്ടോ? ഇല്ല. ഫ്രൂട്ട്സ് വിത്ത് ജെല്ലി ആൻഡ് ഐസ്ക്രീം. ഓക്കെ, ഫ്രൂട്ട്സ് വിത്ത് ഫ്രഷ് ഫ്രൂട്ട്സ് വിത്ത് ജെല്ലി ആൻഡ് ഐസ്ക്രീം. ആദ്യം ഫ്രൂട്ട് സലാഡിൽ നിന്ന് തുടങ്ങുന്നു. ഫ്രഷ് ഫ്രൂട്ട്സ്, എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫ്രൂട്ട് സലാഡ്. ഫ്രൂട്ട് സലാഡ് വിത്ത് കസ്റ്റേർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജെല്ലി ഉണ്ടോ? ഗ്രീൻ ജെല്ലി, അടിപൊളി. ഞാൻ തല വെക്കുന്നില്ല, കഴിച്ചുകൊണ്ടേയിരിക്കും. മാംഗോ, ആപ്പിൾ, പപ്പായ എല്ലാം ഉണ്ട്. പൈനാപ്പിൾ, ഗ്രേപ്സ്. ഇത് ജെല്ലി. നൈസ് കോംബോ. ഇപ്പോൾ ചൂടത്തുനിന്ന് വന്നിട്ട് തണുപ്പ് കഴിക്കുന്നു. തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ തൊണ്ടവേദനയൊക്കെ തുറക്കും, അത് വേറെ കാര്യം. അപ്പോൾ പിന്നെ കുറച്ച് ദിവസം തണുപ്പ് കഴിക്കാൻ പറ്റില്ല. എവിടെ നിന്ന് തുടങ്ങണമെന്നില്ല അറിയില്ല. ഓ മൈ ഗോഡ്, പല പല ഫ്ലേവേഴ്സാണ് ഇതിൽ കേട്ടോ. അകത്തോട്ട് പിസ്താച്ചിയോ, സ്ട്രോബെറി, ഇതിൽ കസ്കസ് ഒക്കെ ഉണ്ടാവും. മാരത്തോൺ വീറ്റാണ്. ഹെവി ലഞ്ചായിരുന്നു. പക്ഷേ നമ്മളൊരു സ്ഥലം വരെ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് കുറച്ച് സ്ഥലം കിട്ടി വയറിൽ. അപ്പോൾ സേവ് ഉണ്ട്, വെർമിസിലി പോലെ. കസ്കസ് ഉണ്ട്, ഫ്രൂട്ട്സ്, ഐസ്ക്രീം, ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ്, ജെല്ലീസ്. ഞാൻ കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. റോസ ഇതളുകൾ വറട്ടിയതാണ്. അതിൻ്റെ ഫ്ലേവറും വരുന്നു. ടു ഗുഡ്. ഇത് പക്ഷേ ഭാഗ്യം കേട്ടോ. ഇത് തിക്ക് മിൽക്ക് ഷേക്കാണ്, ബദാം ഫ്ലേവർ. ബദാം വിത്ത് ഐസ്ക്രീം എന്നാൽ വേറെ, അത് വലുത്. ഇത് വിത്തൗട്ട് ഐസ്ക്രീം, ജസ്റ്റ് തിക്ക് ഷേക്ക്, ബദാം ഷേക്ക്. ഇതിങ്ങനെ ചെറിയ ഗ്ലാസ്സാണ്, അത് ആശ്വാസമുണ്ട്. ഇത്രയ്ക്ക് ഒരുപാട് കഴിച്ചാൽ. മറ്റേ ഞാൻ ഗുൽക്കണ്ടൊക്കെ ചേർന്നിട്ട്, അതായത് ഗുലാബിയും ഞാൻ പറഞ്ഞില്ല, അതായത് ഗുൽക്കണ്ടാണത്. ഗുൽക്കണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ റോസാ ഇതളുകൾ വറട്ടി വരുന്നതാണ് ഗുൽക്കണ്ട്. അതൊക്കെ ആ മിൽക്ക് ഇതിലുണ്ടായിരുന്നു, എന്താ ഫെലോഡയിൽ. ഇത് സിമ്പിൾ ഐസ് പാലും ബദാം ആൽമണ്ട്സും കൂടി അരച്ച് ചേർത്തിട്ട് ചെയ്യുന്നതാണ്. സിമ്പിൾ തിക്ക് ഷേക്ക്. ഇത് 80 രൂപ, അങ്ങനെ എന്തോ ആണ് അതിൻ്റെ റേറ്റ്. ഇതൊരു സുഖമുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഐസ് കഴിക്കുന്ന ഐസ്ക്രീം അല്ല, എന്താ പറയുക, കോല ഐസൊക്കെ കഴിക്കില്ല, ആ ഒരു ടേസ്റ്റ് കിട്ടും.
ക്രഷ്ഡ് ഐസ്. ഓരോന്നിനും ഓരോ സ്വാദ്. ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഹാ. സമയം 3:30 മണിയാണ്. അവിടുത്തെ ഈ ഒരു ഐസ്ക്രീം സെഷൻ, മിൽക്ക് ഷേക്സും സ്നാക്സും കഴിച്ചാൽ ഞാൻ ഇവിടുന്ന് പോകുന്നു. തിരിച്ച് ഹോട്ടലിൽ പോയിട്ട് ഡ്രസ്സ് മാറി അടുത്ത പരിപാടിയായിട്ട് ഇറങ്ങുന്നു. മാർക്കറ്റ് ഏരിയയിലേക്കാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. അത് തിരിച്ചത് നിങ്ങളുടെ കൂടുതൽ അടുത്ത എപ്പിസോഡിലായിരിക്കും കാണുന്നത്. ഓക്കെ, കഴിച്ചിട്ട് ചെത്തുന്നത്. ഓക്കെ, ഇവിടെ സ്പെഷ്യൽ ബിരിയാണി കോംബോ ഉണ്ട് ഉച്ച സമയത്ത് വരാണെങ്കിൽ, കോംബോ മീൽസ്. പിന്നെ സ്പെഷ്യലായിട്ട് ചിക്കൻ പോപ്കോൺ ഉണ്ട്, പിന്നെ മൊക്കിറ്റോസ് ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് പേ ചെയ്തിട്ട് വരാം. ഓക്കെ, ഇത്രയും സാധനം വെച്ച് 470 രൂപയായിട്ടുള്ളൂ. പക്ഷേ ടിപ്പ് കൊടുത്തിട്ട് ആ ചേട്ടൻ മേടിക്കുന്നില്ല. ഇവിടെ ആരും ടിപ്പ് വാങ്ങിക്കില്ല ഈ കടയിലെന്നാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ അടിപൊളി ഈവനിങ് സ്റ്റാർട്ട് ചെയ്തു. ടൈം ഈസ് വെരി പ്രഷ്യസ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ ഷൂട്ടിനൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു ദിവസം തന്നെ ഒരു 3-4 എപ്പിസോഡ്സ് വീഡിയോസൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ അത്രയും സ്പീഡിൽ ഓടിയാൽ മാത്രമേ അത്രയും പറ്റുള്ളൂ. ഓരോ സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കണം. ഒരു ദിവസത്തിൽ എത്ര ഭക്ഷണം കഴിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങളത് പല വീഡിയോസിലാണ് കാണുന്നതെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ഷൂട്ടിന്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നു സിറോൺ ജ്യൂസ് പാർക്ക്. ഇതിന് എത്രയും പെട്ടെന്ന് തിരിച്ച് ഹോട്ടലിൽ എത്തിയിട്ട് ഡ്രസ്സ് മാറിയിട്ട് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങുന്നുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ. അതുവരെ